ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക പറഞ്ഞതനുസരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് കുഞ്ഞിനെ എടുത്തു മാറ്റാൻ ഡെലിവറി ബോയുടെ വേഷത്തിൽ ഒരാൾ എത്തിയിരിക്കുകയാണ്. അർച്ചനയോട് അയാൾ വെള്ളം ആവശ്യപ്പെട്ടതനുസരിച്ച് അർച്ചന വെള്ളമെടുക്കാൻ പോയ സമയം നോക്കി കുഞ്ഞിനെ എടുക്കാൻ അവന്തിക പറഞ്ഞു കൊടുത്തതനുസരിച്ച് മുകളിലേക്ക് പോയിരിക്കുകയാണ് അയാൾ. അർച്ചന വെള്ളവുമായി വന്നപ്പോൾ അയാളെ അവിടെ കാണാനില്ല. ഈ സമയം അയാൾ മുകളിലത്തെ മുറിയിൽ എത്തിയിരിക്കുകയാണ്. ആ സമയം തന്നെ അനഘയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഒടുവിൽ അയാൾ കുഞ്ഞിനെ എടുത്ത് ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അച്ഛനെയാണെങ്കിൽ അടുക്കളയിലാണ്, കൂടെ അനഘയും ഉണ്ട്. അനഘയോട് അച്ഛന് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള മരുന്നെടുക്കാൻ പറയുന്നുണ്ട്. അനഘ അതെടുക്കാൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് അയാൾ കുഞ്ഞിനെയും കൊണ്ട് ഓടുന്നത് കാണുന്നത്. ഉടനെ തന്നെ അനഘ ബഹളം വെക്കുന്നു. അയാൾ അവിടെ നിന്നും കുഞ്ഞുമായി ഓടുകയാണ്. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അനഘ. എന്നാൽ അനഘയെ തള്ളി മാറ്റി കുഞ്ഞുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അയാൾ. ബഹളം കേട്ട് അർച്ചനയും അവിടേക്ക് ഓടിയെത്തി. അർച്ചന അയാളുടെ പിന്നാലെ ഓടുന്നുണ്ട്. ആതിരയും അവിടേക്ക് ഓടി വന്നിട്ടുണ്ട്. പുറത്തൊരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ കയറി കുഞ്ഞുമായി അയാൾ രക്ഷപ്പെട്ടു പോകുന്നു. അർച്ചന പിറകെ ഓടിച്ചെന്നെങ്കിലും അയാൾ കുഞ്ഞുമായി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന. അർച്ചനയുടെ അരികിലേക്ക് അനഘയും ആതിരയും എത്തി. സേതുമാധവൻ ഉടനെ പുറത്തു വന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അർച്ചന. സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അരികിൽ തന്നെ നിൽക്കുന്നു. അർച്ചന, നീ വിഷമിക്കാതെ, നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താം, പോലീസിൽ അറിയിക്കാം എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. ആ സമയത്ത് ക്യാമറയൊന്നും വർക്ക് ചെയ്തില്ലല്ലോ എന്ന് സന്ദീപും പറയുന്നുണ്ട്. ഇങ്ങനെ വരുന്നവര് എല്ലാ തയ്യാറെടുപ്പോടും കൂടിയേ വരൂ എന്ന് അവന്തിക പറയുന്നു. വന്നവർ ക്യാമറ ഓഫ് ചെയ്ത് പട്ടാപകൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ എന്ന് അവന്തിക പറയുന്നുണ്ട്. തുടർന്ന് ഇതേ സമയം പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നു. കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന് നെല്ലിശ്ശേരിയിൽ നിന്നും പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ പോലീസ് അവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കേസ് വേറെയൊന്നുമല്ല, ശിവരാമന്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവുമാണ് പരാതി തന്നിരിക്കുന്നത്. ശിവരാമന് 4 മാസം പ്രായമായ ഒരു കുട്ടിയെ അർച്ചന മോഷ്ടിച്ചു കൊണ്ടുവന്ന് വളർത്തുന്നു എന്നാണ് കേസ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും ബാക്കി എല്ലാവരും. ഇത് അന്വേഷിക്കാനും കുഞ്ഞിനെ കൊണ്ടുപോകാനും കിട്ടാം കേസിന് അർച്ചനയെ അറസ്റ്റ് ചെയ്യാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പോലീസ് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പരാതിയിൽ പറയുന്നത് ഉള്ളതാണോ അർച്ചനെ? ശിവരാമന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുവാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ സന്ദീപ് ഇത് കേട്ട് പറയുന്നുണ്ട്, സാർ, തട്ടിക്കൊണ്ട് വന്നതല്ല, ഏട്ടത്തിക്ക്. അത്രയും പറയുമ്പോൾ പോലീസ് സന്ദീപിനോട് ദേഷ്യപ്പെടുന്നു. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? അർച്ചനയോട് ചോദിച്ചാൽ അർച്ചന മറുപടി പറഞ്ഞാൽ മതി, മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. സർ, സത്യാവസ്ഥ അറിയാതെയാണ് സംസാരിക്കുന്നത്. അർച്ചന ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യണ്ടേ? പ്രതിയുടെ മാനസികാവസ്ഥ നോക്കി കേസ് അന്വേഷിക്കാൻ പറ്റുമോ? ഇതൊരു കിഡ്നാപ്പ് കേസാണ്, അതും ഒരു കുഞ്ഞിന്റെ. കൂടുതൽ ഇതിലിടപെടുന്നവരെ പ്രതി ചേർത്ത് അകത്തിടും, പറഞ്ഞേക്കാം എന്ന് പോലീസ് പറയുന്നു. ഇനിയും വേഷം കെട്ട് ഇറക്കുന്നോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നു, ആ കുഞ്ഞിനെയും കൊണ്ട് അർച്ചന ഇവിടെ കയറി വന്ന അന്ന് മുതൽ പറഞ്ഞതാണ് ഇതിന്റെ പിറകിൽ ബാക്കിയുള്ളവരെല്ലാം തൂങ്ങുമെന്ന്. അന്ന് ആരും കേട്ടില്ലല്ലോ, ഇന്ന് എല്ലാവരും അനുഭവിച്ചോ? അർച്ചന മോഷ്ടിച്ചുകൊണ്ട് വന്ന കുഞ്ഞാണതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്റെ വായ അടപ്പിച്ചു. കുഞ്ഞുങ്ങളില്ലാത്ത അർച്ചനയ്ക്ക് ഈശ്വരൻ കൊടുത്തതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു സീൻ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാ ഞാനത് പറഞ്ഞത്. അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇനി എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചോ എന്നും അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, നീ ഒന്ന് നിർത്തിക്കേ, അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അവന്തിക പറയുന്നു, ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനിയും ഞാൻ പറയും, അന്ന് എല്ലാവരും കൂടി എന്നെ വഴക്ക് പറഞ്ഞതല്ലേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ പോലീസ് അവന്തികയോട് നിർത്താൻ പറയുന്നു. ഇത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് നന്ദനോട് ചോദിക്കുമ്പോൾ അതെ എന്ന് നന്ദൻ പറയുന്നു. ഞാൻ നിങ്ങളുടെ കുടുംബവഴക്ക് അന്വേഷിക്കാനും കാര്യം പറയാനും ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിക്കണം. അന്വേഷിച്ചപ്പോൾ ആ കുഞ്ഞ് ഇവിടെയുണ്ടെന്നാ പറഞ്ഞത്. ആ കുഞ്ഞിനെ നിങ്ങളായിട്ട് തരുന്നോ അതോ? ഇതെല്ലാം കേട്ട് നിന്നതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, സർ, പറയുന്നതൊന്ന് ദയവായി കേൾക്കണം. കുഞ്ഞിനെ അർച്ചന മോഷ്ടിച്ചതല്ല. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സച്ചി പോലീസിനോട് പറയുകയാണ്. കുഞ്ഞിനെ എവിടെ വെച്ചാണ് കിട്ടിയതെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പോലീസ് പറയുന്നു, താൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ കിട്ടുമ്പോൾ ആദ്യം പോലീസിനല്ലേ അറിയിക്കേണ്ടത്? അല്ലാതെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞങ്ങ് വളർത്തുകയാണോ ചെയ്യേണ്ടത്? അനാഥയായിരുന്നെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ആ കുഞ്ഞിന് അച്ഛനുണ്ട്, ബന്ധുക്കളുണ്ട്. കുഞ്ഞിന്റെ അച്ഛന് മിസ്സിംഗ് ആണ്. അയാളെ അപായപ്പെടുത്തി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ FIR എടുത്താലുണ്ടല്ലോ, കുറെ വർഷം നിങ്ങളുടെ ഭാര്യ അർച്ചനയ്ക്ക് ജയിലാഹാരം കഴിക്കേണ്ടി വരുമെന്നും പോലീസ് പറയുന്നുണ്ട്.
അതൊക്കെ പിന്നെ, ആദ്യം കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലീസ് പറയുന്നു. എന്നാൽ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് പറയുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ലേ? കുഞ്ഞിനെ തരാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സർ എന്ന് പറഞ്ഞ് സേതു പിറ്റിൽ നിന്നും പോലീസിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ്. കുറച്ചു മുമ്പ് ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. ആ പരാതി തരാൻ ഞാൻ സ്റ്റേഷനിലേക്ക് വരാനിരിക്കുമ്പോഴാണ് പോലീസ് ഇങ്ങോട്ട് വന്നതെന്നും സേതു പറയുന്നു. കൊള്ളാം, അപ്പോൾ എല്ലാവരും അർച്ചനയ്ക്ക് സപ്പോർട്ടാണല്ലേ എന്ന് പോലീസ് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് കേട്ട് വീണ്ടും പോലീസ് പറയുന്നു, ആ സത്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം അത്ര ബുദ്ധിയില്ലാത്തവനല്ല ഞാൻ എന്ന് പോലീസ് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിന് സാറിനോട് കള്ളം പറയണം? വല്ലവരുടെയും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ കാണുന്നില്ലെന്ന് പോലും. ശരി, വിശ്വസിക്കാം. ഇവിടെ CCTV ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒരു സംഭവം നടന്നുവെങ്കിൽ വിഷ്വൽസ് കാണുമല്ലോ. അത് കാണട്ടെ എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നു, ആ സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്നു എന്ന്. പോലീസ് പറയുന്നു, ഇതും ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഞാൻ പറയാം ഇവിടെ എന്താ നടന്നതെന്ന്. കുഞ്ഞിനെ മോഷ്ടിച്ച് അർച്ചന എന്ന പ്രതി ഇവിടെ താമസിച്ചിരുന്നു. കുഞ്ഞിന്റെ ബന്ധുക്കൾ ചോദിക്കാൻ വരുമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ മറ്റെവിടേക്കോ മാറ്റി. അതല്ലേ സത്യം? ഇത്രയും നേരമായിട്ടും അർച്ചന ഒന്നും മിണ്ടാത്ത സ്ഥിതിക്ക് മിണ്ടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പോലീസ് പറയുന്നു. അതിന് ഈ സ്ഥലം പോരാ, അതുകൊണ്ട് അർച്ചനയെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ആവശ്യമുള്ളവരെയൊക്കെ ഞാൻ വിളിപ്പിക്കും, അപ്പോൾ വന്നേക്കണമെന്നും പോലീസ് പറഞ്ഞിട്ട് അർച്ചനയുടെ കയ്യിൽ വിലങ്ങിടുകയാണ്. എന്നിട്ട് അർച്ചനയെ അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും തടയുന്നുണ്ട്. എന്നാൽ ആരുടെയും വാക്ക് കേൾക്കാതെ പോലീസ് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അർച്ചനയാണെങ്കിൽ നല്ല കരച്ചിലാണ്. എന്നാൽ അവന്തിക ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കണ്ട് തകർന്ന് അകത്തേക്ക് വന്നിരിക്കുകയാണ് സേതു, അതുപോലെ തന്നെ സച്ചിയും. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ അർച്ചന, എന്റെ കുഞ്ഞ്, ഒരു നിമിഷം കൊണ്ടല്ലേ എനിക്ക് എല്ലാം നഷ്ടമായത് എന്ന് പറഞ്ഞ് സച്ചി കരയുകയാണ്. നന്ദൻ പറഞ്ഞതുപോലെ നീ തളർന്നാൽ നമുക്ക് അർച്ചനയെ രക്ഷിക്കാൻ സാധിക്കില്ല. എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും നമുക്ക് അർച്ചനയെ രക്ഷപ്പെടുത്തണമെന്ന് സേതു പറയുന്നു. ജാമ്യത്തിനുള്ളത് ഞാൻ ചെയ്യാമെന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, ജാമ്യമല്ല, നിരപരാധിത്വം. ജാമ്യം എന്ന് പറഞ്ഞാൽ അർച്ചന കുറ്റം ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അർച്ചന കുറ്റം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകണം എന്ന് സേതു പറയുമ്പോൾ തന്നെ നന്ദൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ഹാജരാക്കണം. കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഏട്ടാ, നമുക്ക് കുഞ്ഞിനെ അന്വേഷിക്കാം, എന്നിട്ട് കുഞ്ഞിനെ കണ്ടെത്താം എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ നന്ദൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ശിവരാമന്റെ പെങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ അർച്ചനയ്ക്ക് ഒരിക്കലും കുഞ്ഞിനെ കിട്ടില്ല എന്നും നന്ദൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്തുറപ്പിന്മേലാണ് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ശിവരാമൻ കയറി വന്നാൽ കുഞ്ഞിനെ കൊടുക്കേണ്ടതല്ലേ? കുഞ്ഞിനെ കാണാതെയാവുന്നു, ഇതിന്റെ പേരിൽ അർച്ചനയെ അറസ്റ്റ് ചെയ്യുന്നു. എന്തൊരു വിധിയാ ഈശ്വര, ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ അർച്ചന അനുഭവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് അവന്തിക. എന്റെ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിത്താ, ആ പാവത്തിനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു. അതേ നന്ദേട്ടാ, ചെയ്യാത്ത കുറ്റത്തിന് അർച്ചനേട്ടത്തെ അവർ ഉപദ്രവിക്കും എന്ന് അനഘയും പറയുന്നു. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ഇപ്പോൾ ഏത് വിധേനയും അർച്ചനയെ ഇന്ന് തന്നെ പുറത്തിറക്കണം എന്നതാണ് എന്ന് നന്ദൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഫോൺ എടുത്ത് ധനുഷിനെ വിളിക്കാൻ ഒരുങ്ങുന്നു. ധനുഷിനെ ഇപ്പോൾ വിളിക്കണ്ട, അതിന് പറ്റിയ ആള് വേറെയുണ്ട്. അർച്ചന പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ അവളെ സ്വീകരിക്കാൻ ഒരാൾ വേണ്ടേ? വിളിക്കേണ്ടത് ACP തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഫോൺ എടുത്ത് ACP സഹീറയെ വിളിക്കുകയാണ്. സഹീറ, എന്റെ മുഖ്യ ശത്രു അർച്ചനയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചവിട്ടി അവളുടെ അടിവയറ് കലക്കിയേക്കണം. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത വിധം അവളെ ചവിട്ടി അരച്ചേക്കണം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ടാ എന്ന് അവന്തിക പറയുമ്പോൾ ACP പറയുന്നു, അവന്തിക ഫോൺ വെച്ചേക്ക്, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.